പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണ്. ഭക്ഷണം മേടിക്കാൻ പോലും പുറത്തുപോകാൻ പേടിയാണെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത്. ആശുപത്രി പരിസരത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമായതോടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കാണ് ഭീഷണിയായിരിക്കുന്നത്. തെരുവുനായ്ക്കളുടെ ശല്യം കാരണം മരുന്നോ വെള്ളമോ വാങ്ങാൻ പോലും പുറത്തേക്ക് പോകാൻ ഭയമാണെന്നാണ് ഇവർ പറയുന്നത്. ആശുപത്രി ജീവനക്കാർക്കും തെരുവുനായകൾ ഭീഷണി ഉയർത്തുന്നുണ്ട്. പുറത്തേക്കിറങ്ങുമ്പോൾ വടിയും കല്ലും ഉപയോഗിച്ച് തെരുവുനായ്ക്കളെ തുരത്തേണ്ട അവസ്ഥയാണെന്നാണ് ഇവർ പറയുന്നത്. ആശുപത്രി പരിസരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ടയറുകളും കേബിളുകളും നായ്ക്കൾ കടിച്ചു നശിപ്പിക്കുകയാണെന്നും ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ആരോപിച്ചു. തെരുവുനായ്ക്കൾ തമ്മിലുള്ള കടിപിടി ആശുപത്രി കോമ്പൗണ്ടിൽ പതിവാണെന്നും അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു പത്തനംതിട്ട തിരുവല്ല റവന്യൂ ടവർ പരിസരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റത്. ഇരുവരും ഉടനെ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ട്രഷറിയുടെ സമീപത്ത് വെച്ച് മനോജ് എന്നയാളുടെ കൈപ്പത്തിയും കാൽപാദവും തെരുവുനായ കടിച്ചു പറിക്കുകയായിരുന്നു. മനോജിന്റെ ബഹളം കേട്ട് രക്ഷിക്കാൻ റവന്യൂ ടവറിൽ നിന്നും ഓടിയെത്തിയ രാജുവിനെയും തെരുവുനായ ആക്രമിച്ചു. രാജുവിന്റെ തുടയുടെ പിൻഭാഗത്താണ് കടിയേറ്റത്. ഉടനെ തന്നെ കയ്യിലിരുന്ന കുട ഉപയോഗിച്ച് നായയെ രാജു അടിച്ചോടിക്കുകയായിരുന്നു.